ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന? നമ്മൾ പറയും ആസ്ട്രേലിയ, ശ്രീലങ്ക, ഇന്ത്യയില് ഒന്ന് ഭൂട്ടാൻ, നേപ്പാൾ, ചൈന, കർണാടക, നമ്മുടെ ഇന്ത്യയിൽ മക്ക, മദീന, സിംഗപ്പൂർ എന്ന് പറയാം, ന്യൂസിലാൻഡ്, ദുബായ്. ഇന്ന് നമ്മളെ തോപ്പിക്കേണ്ട നിയോഗം ചേച്ചിക്കാണ്. അതെ അതെ. അഞ്ചലുള്ള ചേച്ചിയാണ് ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനം കരസ്ഥമാക്കിയത്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെൻറ്റാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കിഴക്കും ഭാഗത്താണ്. അതെ, ഈ സ്ഥലം ചിറ പഞ്ചായത്ത് കിഴക്കും ഭാഗം. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള ഈ സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം. ഇനി അങ്ങോട്ട് വരുന്ന വിഷുവിൻ്റെ കാലമാണ്. അതെ അല്ലേ? ചൂട് എങ്ങനെ ഉണ്ടെന്ന്? ചൂട് സൂപ്പർ, കൊള്ളാം, അടിപൊളി ചൂട്, സെറ്റപ്പ്. ഓട്ടോ കുറവാണ്. അപ്പോൾ വിഷുവിന് നമ്മൾ മുഖ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുഷ്പം കണിക്കൊന്ന. ഈ കണിക്കൊന്ന ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന? ഏത് രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന? കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക ആസ്ട്രേലിയ എന്നാണ് തോന്നുന്നു. അറിയാം. ഇന്ത്യയല്ല, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ഒരു രാജ്യത്തിന്റെ ദേശീയ പുഷ്പമായത് ഓസ്ട്രേലിയ അല്ല, മറ്റൊരു രാജ്യത്തിൻ്റെയാണ്. ശ്രീലങ്കയുമല്ല, മറ്റൊരു രാജ്യമാണ്. നമ്മുടെ വിവാഹ മംഗള കർമ്മങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കി മനസ്സും വയറും നിറയ്ക്കുന്ന ഒരു സ്ഥാപനമാണ് ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെൻറ്റ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന? ഏത് രാജ്യത്തിൻ്റെതാണ്? നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ. ഇന്ത്യ. മാമ ഇപ്പോൾ പറയുന്നു അയ്യോ. മക്ക മദീനയില്ലേ? മക്ക മദീന ഗൾഫ് രാജ്യം. കണിക്കുന്ന അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെൻറ്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. റെഡിയല്ലേ അണ്ണ? നമ്മൾ പറയും. അണ്ണം പറയൂലേ? നോക്കാം. ഓക്കെ. ചോദ്യം ഇതാണ്: ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന? ഏത് രാജ്യത്തിൻ്റെ? ഇന്ത്യയുടെ. രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന. ഇന്ത്യയില്. താമര മിനിഞ്ഞാന്നുണ്ടായതാണ്. അയ്യോ, ദേശീയ പുഷ്പമാണ്, അങ്ങനെ പറഞ്ഞൂടാ. പക്ഷേ എങ്കിലും കണിക്കൊന്ന എന്ന് പറയുന്നതാണ്. നേപ്പാളല്ല. നമ്മളെ രാജ്യവുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏതോ രാജ്യത്തിനാണ്. ഒന്ന് ഭൂട്ടാൻ, നേപ്പാൾ, ചൈന. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. മറ്റൊരു രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെൻറ്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന? കേരളം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന? രാജ്യം ഇന്ത്യ. അപ്പോൾ താമര ദേശീയ പുഷ്പം. ഇന്ത്യ രാജ്യത്തിൻ്റെ തന്നെ. കണിക്കൊന്ന കേരളത്തിൻ്റെ. അത് ഔദ്യോഗിക പുഷ്പം. രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പുഷ്പമാണ്. രാജ്യത്തിൻ്റെ കർണാടക. ദുബായ് അല്ല, മറ്റൊരു രാജ്യമാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയുമോ നോക്കാം. ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവന്റ് മാനേജ്മെൻറ്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഏത് രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന?
കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ്. ഒരു രാജ്യത്തിൻ്റെ ദേശീയ പുഷ്പമാണ്. മലേഷ്യ ദേശീയ പുഷ്പം അറിയത്തില്ല. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ്. അറിയത്തില്ല. അല്ല, തായ്ലൻഡ് ആണോ? തായ്ലൻഡ് ആണോ? ആണോ? ആണ് ആണോ? തായ്ലൻഡ്. എന്തോ അറിയാൻ വയ്യ. എനിക്കറിയത്തില്ല. തായ്ലൻഡാ. ചേച്ചി പോയിട്ടുണ്ടോ അവിടെ? പോയിട്ടൊന്നുമില്ല. നിന്റെ ആയിരിക്കും. ശരിയായിട്ടുള്ള ഉത്തരമാണ്. തായ്ലൻഡാണ് കണിക്കൊന്നയെ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിട്ടുള്ള രാജ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ്. നേരത്തെ ചേച്ചി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞായിരുന്നു. കേരളത്തിലാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ഔദ്യോഗിക പുഷ്പമാണ്. അപ്പോൾ ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനമാണ്. തൊപ്പിച്ചന്ത കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? അഞ്ചലാണ്. കൊളത്തൂപ്പുഴ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അങ്ങനെ ഒന്ന് ഞങ്ങൾ ഇന്ന് നമ്മളെ തോപ്പിക്കേണ്ട നിയോഗം ചേച്ചിക്കാണ്. അതെ. വർക്ക് ചെയ്യണം. എനിക്ക് അക്ഷയുണ്ട്. എവിടെയാണ്? അഞ്ചലല്ലേ. അപ്പോൾ ചേച്ചിയുടെ പേരെന്താണ്? സിന്ധു എന്ന് പറഞ്ഞ അഞ്ചലുള്ള ചേച്ചിയാണ് ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നൽകുന്ന സമ്മാനം കരസ്ഥമാക്കിയത്. അപ്പോൾ കണിക്കൊന്നയെ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിട്ടുള്ള രാജ്യം തായ്ലൻഡാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കൂടിയാണ് കണിക്കൊന്ന. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.